നമസ്കാരം. SUT പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം SUTയുടെ എല്ലാമായ ഞങ്ങളുടെ SUTയുടെ അമരക്കാരനായ കേണൽ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ ഈ ഹോസ്പിറ്റലിൻ്റെ MDയും CEOയുമാണ്. ഇന്ന് കേണൽ രാജീവ് മണ്ണാലി എന്ന് പറഞ്ഞ ഞങ്ങളുടെ CEOയ്ക്ക് ഒരു പ്രത്യേക കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. കാരണം ഇന്നിപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ ബുക്ക്, ഇത് ഡ്രിൽ ബൂട്ട്സ് ടു ഹാർട്ട് ബീറ്റ്സ്. കാരണം ഒരു ആർമി ഓഫീസർ അല്ലെങ്കിൽ വലിയൊരു ഡിഫൻസിനെ നയിച്ച ഒരു മഹാവ്യക്തിത്വം പിന്നീട് ഹെൽത്ത് കെയറിലേക്ക് തിരിയുകയും അവിടെ സർവീസ് കൊണ്ട്, ഒരുപാട് വർഷത്തെ സർവീസ് കൊണ്ട് ഇപ്പോൾ ആ എക്സലൻസ് തെളിയിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിൽ പോയിട്ട് ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും ഒക്കെ നേടുകയും അതിനുശേഷം ഇവിടെ SUT പട്ടം ഹോസ്പിറ്റലിൻ്റെ MD ആൻഡ് CEO ആയിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇൻസ്പിറേഷണലായിട്ടുള്ള എക്സ്പീരിയൻസസും ലൈഫിൻ്റെ പല സ്റ്റേജുകളൊക്കെ നമ്മളോട് പങ്കുവെക്കാൻ തോന്നി. അദ്ദേഹത്തിൻ്റെ മകൾ അശ്വതി മണ്ണാലിയെ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അനുഭവങ്ങൾ ഒരു ബുക്കായി എഴുതിപ്പിക്കുകയായിരുന്നു. ആ ബുക്കിൻ്റെ പേര് ആണ് ഡ്രിൽ ബൂട്ട്സ് ടു ഹാർട്ട് ബീറ്റ്സ്. ഇന്ന് ആ ബുക്കിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് സാർ നമ്മളോടൊപ്പം ഉള്ളത്. സാറിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. സാർ, ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട് സാറിൻ്റെ ടീമിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു പുസ്തകത്തിനെ പറ്റി സംസാരിക്കാനായിട്ടും ഈ പുസ്തകത്തിൻ്റെ ഒരു വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സാർ വാട്ട് ഓൾ ദീസ് ഡ്രിൽ ബൂട്ട്സ് ടു ഹാർട്ട് ബീറ്റ്സ്? ഇത് ഒരു ജീവിതകാലത്ത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, ആ അനുഭവങ്ങൾ ഞാൻ എൻ്റെ മകളുമായിട്ട് പങ്കുവെച്ച ആ പശ്ചാത്തലത്തിലാണ് ഈ ബുക്ക് രൂപപ്പെടുന്നത്. ഒരു ബയോഗ്രഫിയോ ഓട്ടോബയോഗ്രഫിയോ സാധാരണ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെയാണ് സ്വീകാര്യമായിട്ട് വരാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ആദ്യം ഈ ചിന്തയ്ക്ക് വഴിവെച്ചത് കലാകൗമുദി പബ്ലിക്കേഷൻസ് വഴിയാണ്. കലാകൗമുദിയിലെ കറസ്പോണ്ടൻറ്റ് രാജേഷാണ് എന്നിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ഐഡിയ, അതൊരു 6 കൊല്ലം മുമ്പ് ഞാനിവിടെ വന്ന കാലത്താണ്, അതായത് SUTയിൽ ജോയിൻ ചെയ്ത ഇടയ്ക്കാണ്, ഒരു ജീവിതകഥ അല്ലെങ്കിൽ ആത്മകഥ എഴുതിക്കൂടെ എന്നോട് ചോദിക്കുന്നത്. ആ ചോദ്യം പിന്നെ രാജേഷ് തന്നെ എന്നെ നിർബന്ധിച്ച് ആഴ്ചയിൽ ഒരിക്കൽ എൻ്റെ അടുക്ക് വന്നിരുന്ന് അങ്ങനെ എഴുതാൻ തുടങ്ങി. പക്ഷെ അത് മലയാളത്തിലായിരുന്നു. അത് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല പല കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ എൻലെ പബ്ലിഷേഴ്സ് എന്ന് പറഞ്ഞ് ബോംബെയിലൊരു പബ്ലിഷേഴ്സ് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതും ഇങ്ങനെ ഒരു ബുക്ക് എഴുതുന്ന കാര്യമൊക്കെ അവർ സംസാരിക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് പലരും ഈ ഒരു ബുക്ക് എഴുതുന്ന കാര്യവും പബ്ലിഷ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞ് എന്നെ സമീപിക്കുകയുണ്ടായി. ഇവരുടേത് കുറേയും കൂടെ ഒരു ആകർഷകമായിട്ട് തോന്നി. അതനുസരിച്ച് അവർ പറഞ്ഞ ടൈം ഷെഡ്യൂളിന് ഉള്ളിൽ ഇത് തീർക്കുകയാണ് ഉണ്ടായത്. ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു 25-26 ദിവസം കൊണ്ടാണ് ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് വളരെ സ്ട്രിക്റ്റ് ടൈം ലൈൻ അവർ തന്നുകൊണ്ടാണ് അങ്ങനെ സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞാനിതിന് മുൻകൈ എടുക്കില്ലായിരുന്നു. മകളോട് പറഞ്ഞ അനുഭവങ്ങളെന്ന് പറഞ്ഞല്ലോ. അപ്പം മകളോ അല്ലെങ്കിൽ വൈഫോ ആരെങ്കിലുമൊക്കെ എല്ലാവരും സാറിൻ്റെ ഈ ജീവിത വിജയ വഴികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന അല്ലെങ്കിൽ എഴുതിക്കൂടെയെന്നോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ മകളോ ആരെങ്കിലും? ഇല്ല, അങ്ങനൊരു തോട്ട് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എഴുതണം എന്ന്, വായനയും എഴുത്തും എനിക്ക് വളരെ ഇഷ്ടമുള്ള സംഗതികളാണ്. അത് എഴുതാൻ തുടങ്ങിയത് വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അത് കാലക്രമേണ ജീവിതത്തിൻ്റെ പല വഴിത്തിരിവുകളിൽ അതൊക്കെ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഇതിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ഒരു ടൈം ലിമിറ്റും കൂടെ അവർ പറഞ്ഞതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഈ ഡ്രിൽ ബൂട്ട്സ് ടു ഹാർട്ട് ബീറ്റ്സ് സാറിൻ്റെ ഒരു ജീവിതകഥയ്ക്ക് പറ്റിയ ഒരു പേരും കൂടിയാണ്. അപ്പാർട്ട് ഫ്രം ഓൾ, ഇത് സാറിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു തോട്ടിൻ്റെ പുറത്താണ് ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ വന്നത്. എങ്ങനെയായിരുന്നു അത്? ടൈറ്റിൽ അത് ഐ തിങ്ക് ഇറ്റ് വാസ് സ്പോണ്ടേനിയസ്. ഇങ്ങനെ ബുക്ക് എഴുതുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വന്ന ടൈറ്റിലാണ്. ആ ടൈറ്റിൽ എൻ്റെ ഒറിജിനൽ കോൺട്രിബ്യൂഷനാണ്.
മകൾക്ക് അതിൽ ബന്ധമില്ല. ആക്ച്വലി ഞാൻ തന്നെയാണത് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ എത്ര ചാപ്റ്റേഴ്സ് വേണമെന്നുള്ളതും അതിൻ്റെ പേരുകൾ, ടൈറ്റിൽസ് എന്തായിരിക്കണം എന്നൊക്കെ ഉള്ളത് അതും എൻ്റെ ഐഡിയ തന്നെയായിരുന്നു. കാരണം വെൻ യു റൈറ്റ് അബൌട്ട് എ ലൈഫ്, അതിൻ്റെ എങ്ങനെയാണ് അത് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു രൂപം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ടൈറ്റിലും, ബുക്കിൻ്റെ ടൈറ്റിലും ചാപ്റ്റേഴ്സിൻ്റെ ടൈറ്റിൽസും ഒക്കെ രൂപപ്പെട്ടത്. ഇനി നമ്മളൊക്കെ പുസ്തകത്തിൻ്റെ വായനയൊക്കെ കഴിഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ കുറേയൊക്കെ വായിച്ചു നമ്മൾ. അപ്പം സാറിൻ്റെ ഒരു ഇൻസൈറ്റിൽ എന്താണ് ആക്ച്വലി ഒരു സാധാരണക്കാരന് ഈ പുസ്തകം കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് എന്താണെന്നൊന്ന് പറയാമോ? ഇതിൽ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് നോബഡി ഈസ് എ ബോൺ ഹീറോ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഐ തിങ്ക് ദാറ്റ് ഐ എം ആൻ ആബ്സല്യൂട്ട്ലി നോർമൽ പേഴ്സൺ. ഒന്ന്, ലൈഫിലെ സർക്കംസ്റ്റാൻസസ്. രണ്ടാമത്, യു ആർ ബ്രിങ്ങിങ് അപ്പ്. മൂന്നാമത്, വിത്ത് ഓൾ ദിസ് ഹൗ ഡു യു പുട്ട് ഇറ്റ് ടുഗെദർ. ഒരു ജീവിതം എങ്ങനെ പടുത്തുയർത്തുന്നു എന്നുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു മെസ്സേജ്. അതിനൊരു അണ്ടർലൈങ് തീം വേണം. വാട്ട് ഇസ് ഇറ്റ് ദറ്റ് യു വോണ്ട് ടു ഡു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓവർ റൈഡിങ് ഇൻഫ്ലുവൻസ് ഇൻ ലൈഫ് ഹസ് ബിൻ മൈ ഫാദർ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് ഞാൻ ഇപ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കാൻ ശ്രമിക്കുന്നതും മനസ്സിലാക്കുന്നതും അതിനെ രൂപപ്പെടുത്തിയ വിധങ്ങളും ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി എന്നുള്ളതാണ് ഒരു അണ്ടർലൈങ് പ്രിൻസിപ്പിളായിട്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി ജീവിതത്തിലേക്ക് വരുമ്പോൾ സാറ് ജീവിതത്തെ കൃത്യമായിട്ട് പകർത്താനായിട്ട് മകൾക്ക് പറഞ്ഞത്, കാരണം ഇത് മറ്റൊരാളുടെ എഴുത്താണ്, ആത്മകഥയല്ല. അപ്പം ആ പറഞ്ഞത് നീതി പുലർത്താൻ മകൾക്ക് കഴിഞ്ഞോ? എഴുത്തുകാരി എന്നുള്ള രീതിയിൽ എത്രത്തോളം റിയാലിറ്റി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും? എത്ര പെർസെൻറ്റേജോളം ഉണ്ടെന്ന് ചോദിക്കാൻ ടെക്നിക്കലി ഞാൻ പറഞ്ഞതനുസരിച്ച് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ. അല്ല, എന്നാലും ഞങ്ങൾക്കൊരു ആഗ്രഹം, ഇത് തന്നെയാണോ സാറിൻ്റെ റിയൽ ലൈഫ് എന്ന് അറിയാനുള്ള ഒരു ഇതാണ്. റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും, എസ്പെഷ്യലി എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറഞ്ഞത് വിശ്വസിക്കാൻ മോൾക്ക് ബുദ്ധിമുട്ടുള്ളവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊരു പേടിക്കാരനായിരുന്നു, ഇൻട്രോവേർട്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഷീ ഈസ് നോട്ട് യൂസ്ഡ് ടു ദാറ്റ്. ഷീ ഡസൻ വോണ്ട് ടു ബിലീവ് ഇറ്റ്. ഞങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ട്. സാറിന് അങ്ങനെ ഒരു ഫേസിൽ ഞങ്ങൾക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയായിരുന്നു. ഇറ്റ് ഈസ് ഹൗ തിങ്സ് ഡെവലപ്പ്. ഇതൊന്നും നോബഡി ഈസ് ബോൺ ബിഗ്. ഇറ്റ് ഈസ് ഹൗ യു അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ് മേക്സ് ഓൾ ദ ഡിഫറൻസ് എന്നുള്ളതാണ് എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ പുസ്തകം നമുക്ക് ആർക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് റീഡേഴ്സിന് ബെസ്റ്റ് ആയിരിക്കും? സാറും അനുഭവകഥ പറഞ്ഞു കൊടുത്തെഴുതിയ ഒരു പുസ്തകമാണ്. നമുക്കൊക്കെ തോന്നിയത് സ്റ്റുഡൻസിനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു അഡോളസൻസിലൊക്കെ ഒരുപാട് ഇൻസ്പിറേഷണൽ ആയിരിക്കും. സാറിൻ്റെ അഭിപ്രായത്തിൽ ഏത് കാറ്റഗറി ഓഫ് ആൾക്കാരെ കേറ്റർ ചെയ്യുന്ന ഒരു റീഡിങ്? ഞാനിത് ബേസിക്കലി ഉദ്ദേശിച്ചത് ചെറുപ്പക്കാർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പോൾ പലരും ഉണ്ടാകാം ഒരു ആർമി കരിയറൊക്കെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ആ ആർമി കരിയറിൽ എത്തണം എന്നാഗ്രഹമുള്ള കുട്ടികൾ കാണാം. അവർക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും, ആർമി എന്ന് വെച്ചാൽ എന്തോ ജനിച്ച് വീണപ്പോഴേ ആർമിക്കാരനായിട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെ അല്ല. ഇറ്റ്സ് യുവർ ട്രെയിനിങ്, ഇറ്റ്സ് ഹൗ യു ഷേപ്പ് യുവർ ലൈഫ് എന്ന് പറയാനുള്ള ഒരു ശ്രമമാണ് ഈ പുസ്തകം. അപ്പോൾ ആർമി ഒക്കെ സ്വപ്നം കാണുന്ന ആളുകൾക്ക് എനിക്കൊന്ന്, ഞങ്ങൾ ഈ വായനയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ വായിച്ച ആൾക്കാരാണ്. വായിക്കാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഡ്രിൽ ബൂട്ട്സ് ടു ഹാർട്ട് ബീറ്റ്സ് എന്ന് നിങ്ങൾ ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് പറയാനുള്ളത്, ഒരു ആർമി ഒരു ഭയങ്കര ഡ്രീം ചെയ്യുന്ന, അല്ലേ, ഒരു ആർമി ഓഫീസർ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, പിന്നെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണം എന്നുള്ള എല്ലാവർക്കും അങ്ങനത്തെ ഒരു തോട്ടാണല്ലോ ഉള്ളത്. എവിടെയെങ്കിലും എത്തണം എന്നുള്ള അവർക്കൊരു ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള, ഉറപ്പായിട്ടും. സർ, ബാക്ക് ടു യുവർ ആ ഒരു ഫസ്റ്റ് കുറച്ച് ലെസൺസിൽ സാറിൻ്റെ ബാക്ക് ടു യുവർ ചൈൽഡ്ഹുഡ് ആൻഡ് സാർ പറഞ്ഞ പോലെ ഭയങ്കര ഷൈ ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, ആ ഒരു ആളുകളുടെ മുന്നിൽ വരാനുള്ള ഒരു സഭാകമ്പമൊക്കെയുള്ള ഒരു ഇൻഫീരിയർ ആയിട്ടുള്ളൊരു കുട്ടീനെ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്നും സാർ എങ്ങനെയാണ്
സാർ ഇത്രയും ഒരു ബ്രേവ് ആയിട്ടുള്ള കറേജിയസ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയത് ഏത് സ്റ്റേജ് ഓഫ് ലൈഫിലോ, അല്ലെങ്കിൽ അതൊന്ന് ഒരു ഇൻസൈറ്റ് ആയിട്ടൊന്ന് കൊടുക്കാമോ? അതെങ്ങനെയാണ്? ഞാൻ ജീവിതത്തെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ലൈഫ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ജീവിച്ച് തീർന്നു, അല്ലെങ്കിൽ തീരാറായിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ ഒരു കഥ എഴുതിയ ആ കഥയുടെ പുറകെ ഞാൻ പോയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നത്തിങ് ഈസ് ബിക്കോസ് ഓഫ് മീ, എവറിഥിങ് ഈസ് ബിക്കോസ് ഓഫ് സംതിങ് ദറ്റ് ഇസ് മെയ്ഡ് മീ മൂവ് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ പറയുന്ന പോലെ ഐ വാസ് എൻ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുമ്പോഴും ദർ ഇസ് സംതിങ് ഇൻ മീ വിച്ച് മെയ്ഡ് മീ വോണ്ട് ടു സെർച്ച് ഫോർ സംതിങ്, അറ്റൈൻ സംതിങ്. അപ്പോൾ അതിൻ്റെ പുറകിൽ എപ്പോഴും ആ ഒരു ഫയർ അന്നും ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി ആ ഫയറിനെ അങ്ങോട്ട് മുൻപോട്ട് വരാൻ ഉദ്യമിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ പിന്നീടാണ് സർക്കംസ്റ്റാൻസസ്, ഇപ്പോൾ സൈനിക് സ്കൂളിൽ ചേരുന്നത് ദാറ്റ് ഇസ് എ ബിഗ് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ ഒരു പ്രഭാവലയത്തിലായിരുന്നു ഞാൻ ഇന്നും ഒരുപക്ഷെ അങ്ങനെ തന്നെയാണ്. പക്ഷേ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി കുറേ കൂടി ഡെവലപ്പ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടിരിക്കുമ്പോൾ എനിക്കും ഓരോ നമ്മൾ ടേക്ക് ബാക്ക് ലെസൺസ് എന്നൊക്കെ പറയുന്ന പോലെ, ടേക്ക് അവേ ലെസൺസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇതായിട്ട് കിട്ടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കുന്ന ആൾക്കാർക്കും ഇതുപോലത്തെ ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ടേക്ക് അവേ ടിപ്സ് ഉണ്ടല്ലോ, ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന, എനിക്ക് എത്താൻ പറ്റുമോ എന്ന് സംശയിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാർക്ക് ഒക്കെ ഇത് കിട്ടും. ഇനിയിപ്പം ബാക്ക് ടു ഈ ഒരു സാറിൻ്റെ ആർമി ജീവിതം അവസാനിപ്പിക്കുകയും പിന്നീട് ഇപ്പം SUT മാത്രമല്ല, അതിന് മുൻപും സാറ് മെഡിക്കൽ ഫീൽഡിലുണ്ടായിരുന്നു. അപ്പം ആ ഒരു ലൈഫ് ചേഞ്ചിങ്ങിൻ്റെ സമയത്ത് ഡൗട്ട്സ് ഉണ്ടായിരുന്നോ, അതോ സാറിൻ്റെ ഒരു ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള മൈൻഡ് സെറ്റിൽ നേരെ ഹെൽത്ത് കെയർ അങ്ങനെയായിരുന്നു? എന്തായിരുന്നു അതിലേക്ക് വന്നത്? അത് വളരെ യാദൃശ്ചികമാണ്. ഞാനൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ 54 വയസ്സിലോ 60 വയസ്സിനുള്ളിലോ വർക്കിംഗ് ലൈഫ് അവസാനിപ്പിക്കണം എന്ന് എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. എൻ്റെ ആഗ്രഹം കൃത്യമായിട്ട് ഐ ഷുഡ് ബി വർക്കിംഗ് ഇൻ ടു മൈ ഗ്രേവ് എന്നുള്ളതാണ്. അപ്പോൾ അവസാനത്തെ ദിവസം വരെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും, അതാണ് എൻ്റെ പ്രിൻസിപ്പിളും. അപ്പോൾ അതുകൊണ്ട് ആർമി ലൈഫ് ആർമിയിലായിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ റിട്ടയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ വിദൂരമായ എന്തൊരു സംഗതിയാണെന്നാണ് ധരിച്ചിരുന്നത്. പക്ഷെ റിട്ടയർമെൻറ്റ് അടുത്ത് എത്തി നിൽക്കുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു അഡ്വർടൈസ്മെൻറ്റ് കാണാനിടയായി. വൈക്കത്തുള്ള ബാഹ്ലൈൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഒരു MD and CEO തേടുകയായിരുന്നു ആ അഡ്വർടൈസ്മെൻറ്റിലൂടെ. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഞാനതിന് അപ്ലൈ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ വൈഫും പിള്ളേരും അവർക്ക് തിരിച്ച് കേരളത്തിലേക്ക് വരണം എന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് വൈക്കം, അത് അവിടെ തന്നെ ഒരു ചെമ്മനാകരി എന്ന് പറയുന്ന ഒരു ഓണഗ്രാമൂലയിലേക്ക് വരാൻ അവർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തു. പക്ഷെ കിട്ടുമെന്നോ ഒന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് അറിയുന്നത് ഈ ബാഹ്ലൈൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ അധികാരികൾ പല പ്രാവശ്യം എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. ഈ ലാൻഡ് ലൈനിൽ ഫോൺ വരുമ്പോൾ മിക്കവാറും വീട്ടിൽ വൈഫാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആൾ സ്ഥലത്തില്ലാന്നും പറഞ്ഞ് വെക്കലായിരുന്നു പതിവ്. ഒരിക്കൽ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ട് പുറത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഫോൺ എടുക്കുന്നതും വെക്കുന്നതും കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് എന്നെ പറയുന്നത്, ഇങ്ങനെ ഫോൺ കോൾ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അപ്പോൾ ഇത് ഒരു കഥമായി തോന്നാം. വളരെ പല സാഹചര്യത്തിലും പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇനി മകളാണ് എഴുതിയതെങ്കിൽ പോലും സാറിന് എനിക്ക് തോന്നുന്നില്ല സാറിൻ്റെ അനുവാദമില്ലാത്തൊരു കാര്യം അതിനകത്തേക്ക് പ്ലേസ് ചെയ്യാൻ ആരെയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മകളെ ആണെങ്കിലും ആവശ്യമില്ലാത്തൊരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒന്നും സാർ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ പല പോയിന്റ്സിലും ഇതുപോലെ
നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ക്യൂരിയോസിറ്റിയിൽ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫിക്റ്റീഷ്യസ് ആയിട്ട് തോന്നുന്ന പല മൊമെന്റ്സ്, ഇപ്പോൾ പറഞ്ഞ പോലെ യാദൃശ്ചികമായി സംഭവിച്ചതാണ് ജീവിതത്തിൻ്റെ യാത്രയിൽ. അപ്പോൾ അങ്ങനത്തെ കുറേ ഒരു ഇൻട്രസ്റ്റിംഗ് റീഡ് നോക്കുന്ന, അല്ലെ ഫിക്ഷൻ റീഡ് നോക്കുന്ന ആൾക്കാർക്കും നമ്മുടെ ഈ പുസ്തകം കേറ്റർ ചെയ്യുന്ന ഇത് ആണല്ലോ. അപ്പോൾ അത് സാറിൻ്റെ ലൈഫിൻ്റെ ആ ഒരു പോയിന്റുകളിൽ സംഭവിച്ച കാര്യങ്ങളാണോ? ഒന്ന് പറയുവാണെങ്കിൽ ഓൾ ഓഫ് ഇൻ എ നട്ട്ഷെൽ എന്താണ് ഈ പുസ്തകം ഒന്ന് സാറിൻ്റെ ഈ ഒരു ഫിക്ഷൻ റീഡിങ്ങുകാർക്കൊക്കെ എന്തായിരിക്കും അത് അവർക്ക് കൊടുക്കുന്നതെന്നൊന്ന് പറയാമോ? എൻ്റെ ഒരു ധാരണ, എല്ലാവരുടെയും ജീവിതം ഒരു കഥയാണ്, ഒരു നോവലാണ് എല്ലാ ജീവിതങ്ങളും. അപ്പം നമ്മളതിനെ എങ്ങനെ പല യാദൃശ്ചികതകളും ആ ജീവിതത്തിൽ വരും. ഇത് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം ഒരു യാദൃശ്ചികതകളുടെ ഒരു 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 കണ്ടിന്യൂറ്റി, ഒരു നെക്ലേസ്, അങ്ങനെ എന്തോ ഒരു ലേസാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഈ ബുക്ക് എഴുതുന്നതും വളരെ യാദൃശ്ചികമായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം എന്തോ ആരോ എവിടെയോ നിന്ന് ഡയറക്റ്റ് ചെയ്യുന്നു, അതനുസരിച്ച് നമ്മൾ ചെയ്തു പോകുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഈ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് ഇത് കാണുന്ന, ഈ പോഡ്കാസ്റ്റ് കാണുന്ന നമ്മുടെ SVT പോഡ്കാസ്റ്റിൻ്റെ വ്യൂവേഴ്സിനോട് സാർ എന്താണ് പറയാനുള്ളത് ലൈഫിനെ കുറിച്ചിട്ടുള്ള? അല്ലെങ്കിൽ പലരും, നമ്മളിവിടെ ഒരു ഹോസ്പിറ്റലിലാണ് ഇവിടെ നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അവരുടെ വളരെ മോശം സ്റ്റേജിലായിരിക്കാം, ചിലപ്പോൾ അവരത് ഹീലിംഗ് സ്റ്റേജിലായിരിക്കാം. എന്താണ് ലൈഫിൻ്റെ ഒരു സാറിൻ്റെ എക്സ്പീരിയൻസസ് വെച്ചിട്ട് ലൈഫിൻ്റെ ഒരു മുന്നോട്ടുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഒരു മനുഷ്യനെന്ന് പറയാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സാണ് ഏറ്റവും പ്രാധാന്യമുള്ള സംഗതി. ഇൻഫാക്റ്റ് എൻറ്റയർ കോസ്മോസിൻ്റെ ഒരു മനസ്സ്, ആ മനസ്സിൻ്റെ പല പല കണികകളായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ചെന്ന് കിടക്കുന്നു. നമ്മൾ മനസ്സിലൊരു കാര്യം ചെയ്യണമെന്ന് തീർച്ചയാക്കിയാൽ nobody can stop you. You are the controller or the guiding factor of your life എന്നാണ് ഞാൻ ഇത്രയും ഈ 71 കൊല്ലത്തെ ജീവിതത്തിനുള്ളിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ചുറ്റുമുള്ളതെല്ലാം ഇതാണെങ്കിലും നമ്മൾ തന്നെ, there's nothing which you can't do if you decide to do it. Exactly. That is the theme that I am trying to put across. ഇത് ഭയങ്കര ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള രീതിയിൽ പോലും ഞാൻ വളരെ ഇൻസ്പയർഡ് ആയി. ആൻഡ് ആസ് എ റീഡർ ടു നിങ്ങൾക്ക് ഈ ഡ്രിൽ ബൂട്ട്സ് ആൻഡ് ഹാർട്ട് ബീറ്റ്സിൽ ഡ്രിൽ ബൂട്ട്സ് ടു ഹാർട്ട് ബീറ്റ്സ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോടൊപ്പം തന്നെ നമുക്ക് ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റുന്ന, ലൈഫിലേക്ക് പകർത്താൻ പറ്റുന്ന ഒരുപാട് പാഠങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആമസോണിൽ ഈ പുസ്തകം അവൈലബിൾ ആണ്. വാങ്ങി വായിച്ചിട്ട് നമ്മളെ ഇതിൻ്റെ താഴെ വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ ലൈഫിൽ എന്തൊക്കെ സാഹചര്യങ്ങളും ആരൊക്കെ നമ്മളെ പിന്തിരിപ്പിക്കാനോ എന്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചാലും നമ്മളുടെ ഉള്ളിലെ ആ ഒരു ഫയർ, നമ്മുടെ ഉള്ളിലെ ആ ഒരു ദൃഢനിശ്ചയമാണ് അല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മളപ്പോൾ ഒരു ഡെസ്റ്റിനിയിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. ആൻഡ് ഇത്രയും ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു ടോക്കിന് സാർ ഇരുന്നു. സാറിൻ്റെ സമയം, വിലപ്പെട്ട സമയം തന്നതിന് നന്ദി സാർ. സാറിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസസ് ഇനിയും വരും നമ്മളുടെ പോഡ്കാസ്റ്റുകളിലൂടെ. സോ ഇന്നത്തേക്ക് താങ്ക് യു. നന്ദി സാർ. താങ്ക് യു.